ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളും ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ജർമ്മൻ മിസ്റ്ററി ത്രില്ലർ സർവൈവൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബ്രിക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ജർമ്മൻ ഭാഷകളായിട്ട് ജൂലൈ മാസം 10 ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കർക്കി BALLB എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ജൂലൈ മാസം 11 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ ഇന്ദ്രജിത്തും അനുശ്വരാജിനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഈ സിനിമ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമാക്സിൽ ജൂലൈ മാസം 11 ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത് ഒരു മലയാള സിനിമ തന്നെയാണ്. നമ്മുടെ ടോവിനോ തോമസും സുരാജ് വെഞ്ഞാറും കൂടെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ സോണി ലീവ് ആണ് സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂലൈ മാസം 11 ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും ജൂലൈ മാസം 10 വൈകുന്നേരത്തോടു കൂടി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. പൈനികൾ ഗൗനിക്കവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ജൂലൈ മാസം 11 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്നാണ് സീരീസിൻ്റെ പേര്. 3ാമത്തെ സീസണാണ്. ഗെയിം ത്രില്ലർ അല്ല, ഗെയിം ക്രൈം ത്രില്ലർ എന്ന് പറയാവുന്ന സീരീസാണ്. സ്ക്വിഡ് ഗെയിം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലുള്ളൊരു സെരീസാണ്. അതിനെക്കാട്ടും മികച്ച സീരീസ് എന്ന് പറയാം. സെപ്റ്റംബർ മാസം 25 നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. 3ാമത്തെ സീസണ്. ഫസ്റ്റും സെക്കൻഡും സീസൺ കാണാത്തവരാണെങ്കിൽ മസ്റ്റ് വാച്ച് സീരീസാണ് കേട്ടോ. ഓക്കെ, അപ്പം മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ജാക്കി ചാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കരാട്ടെ കിഡ് ലെജൻസ് എന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ 2 ഓപ്ഷനിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഈ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് ഈ ഒരു സിനിമ ഇന്ത്യക്ക് പുറത്തായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മുടെ ധനുഷ്, നാഗാർജുന എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു കുബേര എന്ന് പറഞ്ഞ സിനിമ. തമിഴിലും തെലുങ്കിലും ഒരേ സമയം റിലീസ് ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ ഈ സിനിമ വിജയിക്കാതെ പോയൊരു സിനിമയാണ്. ഒരു മാസത്തിനുള്ളിൽ തന്നെ, തിയേറ്റർ റിലീസ് ചെയ്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈ മാസം 18 ആമസോൺ പ്രൈമിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് അഥർവൈ, നിമിഷ സജ്ജനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത DNA എന്ന് പറഞ്ഞ തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആഗസ്റ്റ് മാസമാണ് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത വിനയ് ഫോർട്ട്, ഷർഫുദ്ദീൻ, ലിജോമോൾ ജോസ് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സംശയം എന്ന് പറഞ്ഞ മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ജൂലൈ മാസം 18 ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ കുണ്ടന്നൂരിലെ കുൽസിത ലഹള മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഈ സിനിമയുടെ OTT റിലീസ് ജൂലൈ മാസം 10 അല്ലെ 11 റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റുകൾ വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് 10 അല്ലെ 11 എന്നുള്ളതാണ്. ഇന്ന് ഈ സിനിമയുടെ അവർ സൈനാപ്ലേ OTT ഭാഗത്തു നിന്നും ട്രെയിലർ അവർ പുറത്തു വിടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ട്രെയിലറിൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്തായാലും ഈ ആഴ്ച തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ലിസ്റ്റുള്ള ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.